ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. നമുക്കിന്ന് കെമിസ്ട്രിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഹെഡ് ഓൺ കൊളിഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഫസ്റ്റ് വൺ, kinetic energy is conserved. Second one, total energy is not conserved. Third, linear momentum is not conserved. Fourth, two bodies move as one body after collision. Then final, two bodies move separately in different direction. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഹെഡ് ഓൺ കൊളിഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓക്കെ, അപ്പം നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കിയിട്ട് അതിനെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. അത് ഫോൾസ് ആണ്. അതായത് ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഹെഡ് ഓൺ കൊളിഷനിലെ എനർജി വേറെ ഫോമിലോട്ട് മാറുന്നുണ്ട്. അതായത് ഹീറ്റ്, സൗണ്ട് എക്സെട്ര ആയിട്ട് മാറുന്നുണ്ട്. സോ ഹിയർ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ദെൻ ടോട്ടൽ എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ഇറ്റ് ഈസ് ഓൾസോ ഫോൾസ്. ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. കാരണം ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് അവരുടെ ഫോം മാത്രമാണ്, അല്ലാതെ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല. ദെൻ ലീനിയർ മൊമെന്റം ഈസ് നോട്ട് കൺസേർവ്ഡ്. ലീനിയർ മൊമെന്റം കൺസേർവ് ചെയ്യുന്നില്ല, അതും ഫോൾസ് ആണ്. ലീനിയർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് ആണ്. അവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ ലീനിയർ മൊമെന്റവും അവിടെ എന്താണ്? കൺസേർവ് ചെയ്യാണ്. ദെൻ two bodies moves as one body after collision. അത് ട്രൂ ആണ്. ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനിലെ രണ്ട് ബോഡീസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്യുകയും ഒരു കോമൺ വെലോസിറ്റിക്ക് അനുസരിച്ച് മൂവ് ചെയ്യുകയും ചെയ്യും. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ടു ബോഡി മൂവ്സ് ആസ് വൺ ബോഡി ആഫ്റ്റർ കൊളിഷൻ. ദെൻ ഫൈനൽ, ടു ബോഡി മൂവ് സെപ്പറേറ്റ്ലി ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതും ഫാൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് ബോഡീസും എന്ത് ചെയ്യുന്നുണ്ട്? ടു ബോഡീസ് മൂവ് സെപ്പറേറ്റ്ലി ആണോ? അത് ഫോൾസ് ആണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഹെഡ് ഓൺ കൊളിഷനിലെ കറക്റ്റ് ആയിട്ട് വരുന്നത് ടു ബോഡീസ് മൂവ്സ് ആസ് വൺ ബോഡി ആഫ്റ്റർ കൊളിഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? Then second question, global warming leads to option A, falling of sea level, option B, lowering of the average temperature of earth, option C, static weather pattern, option D, melting of ice caps at slower rate, option E, expansion of desert. ഈ പറയുന്ന കാര്യങ്ങളിൽ ഗ്ലോബൽ വാർമിംഗ് കാരണം ഉണ്ടാവുന്ന എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമൗണ്ട് കൂടുന്ന സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ഇതിന്റെ വാലിഡ് റീസൺ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫാളിംഗ് ഓഫ് സീ ലെവൽ, അത് ഇൻകറക്റ്റ് ആണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ സീ ലെവൽ റൈസ് ആണ് ഉണ്ടാവുന്നത്, ഫോളിംഗ് അല്ല. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് കാരണം മഞ്ഞുരുകുകയും സീ ലെവൽ റൈസ് ആണ് ഉണ്ടാവുന്നത്. ഓപ്ഷൻ ബി, ലോവറിംഗ് ഓഫ് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത്, അതും ഇൻകറക്റ്റ് ആണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് തന്നെ ഇൻക്രീസ് ഇൻ എർത്ത് ആവറേജ് ടെമ്പറേച്ചർ ആണ്. സോ ഓപ്ഷൻ ബിയും റോങ് ആണ്. ദെൻ സ്റ്റാറ്റിക് വെതർ പാറ്റേൺ, അതും ഇൻകറക്റ്റ് ആണ്. ഗ്ലോബൽ വാർമിംഗ് കാരണം നമുക്ക് ഉണ്ടാവുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ ആണ്, സ്റ്റാറ്റിക് പാറ്റേൺ അല്ല. ഓക്കെ, അപ്പൊ അതും ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി, മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യാപ്സ് അറ്റ് സ്ലോവർ റേറ്റ്, അതും ഇൻകറക്റ്റ് ആണ്. നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് പോളാർ റീജിയൻസിലുള്ള ഐസ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വേഗം മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ലോവർ റേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതും ഇൻകറക്റ്റ് ആണ്. എക്സ്പാൻഷൻ ഓഫ് ഡെസേർട്ട്, അതാണ് കറക്റ്റ്. കാരണം ഗ്ലോബൽ വാർമിംഗ് മൊത്തത്തിലുള്ള ടെമ്പറേച്ചറിനെ കൂട്ടുകയും അപ്പോൾ അതെന്താണ്? ഡ്രോട്ട്, വരൾച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. അങ്ങനെ വരൾച്ച വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഒരു പ്രദേശം ഡെസേർട്ടായി മാറുന്നു. അപ്പോൾ ഓപ്ഷൻസ് ഇ, എക്സ്പാൻഷൻ ഓഫ് ഡെസേർട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു എക്സ്പാൻഷൻ ഓഫ് ഡെസേർട്ട്. ഓക്കെ, then third question, when a gas is compressed in an insulated vessel, ഒരു ഇൻസുലേറ്റഡ് വെസലിനകത്ത് ഒരു ഗ്യാസ് കംപ്രസ് ചെയ്ത് വെക്കുകയാണ്. ഇൻസുലേറ്റഡ് വെസൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആൻ അഡയബാറ്റിക് പ്രോസസ്. ഹീറ്റ് എൻ്റർ ചെയ്യുന്നില്ല, ലീവ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഇന്റേണൽ എനർജി ഡിക്രീസസ്,
its temperature decreases, both its pressure and volume increases, both its temperature and volume increases, both its temperature and internal energy increases. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് നോക്കാം. When a gas is compressed in an insulated vessel, the process is adiabatic. ഒരു ഇൻസുലേറ്റഡ് വെസലിനകത്ത് ഒരു ഗ്യാസ് കംപ്രസ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രോസസ് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ്. അതായത് നോ ഹീറ്റ് എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. സോ Q ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ റിലേഷൻ അറിയാം. ഡെൽറ്റ U ഈസ് ഈക്വൽ ടു Q മൈനസ് W ആണ്. ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു Q മൈനസ് W. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻസുലേറ്റഡ് വെസലിന്റെ കേസ് പറഞ്ഞത് കൊണ്ട് ഇറ്റ് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ്. സോ Q ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ 0 കൊടുക്കുമ്പോൾ ഡെൽറ്റ U ഈസ് ഈക്വൽ ടു മൈനസ് W. മൈനസ് W വരുന്നത് കൊണ്ട് തന്നെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. സോ ഹിയർ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക. കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, ഇന്റേണൽ എനർജി ഇൻക്രീസസ്, temperature increases. Okay, work is done on the system, internal energy increases, temperature increases. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഇന്റേണൽ എനർജി ഡിക്രീസസ് അത് തെറ്റാണ്. കാരണം നമ്മൾ ആൾറെഡി ഇവിടെ പറഞ്ഞു വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ആകുമ്പോൾ ഇന്റേണൽ എനർജി എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ദെൻ ബി ടെമ്പറേച്ചർ ഡിക്രീസസ് അതും ഫോൾസ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്. ബോത്ത് പ്രഷർ ആൻഡ് വോളിയം ഇൻക്രീസസ്. അപ്പോൾ നമ്മളിവിടെ വോളിയം കംപ്രഷൻ ആണ്, വോളിയം ഡിക്രീസ് ചെയ്യുകയാണ്. സോ പ്രഷറും വോളിയവും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തെറ്റാണ്. ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഇൻക്രീസസ് അതും ഫോൾസ് ആണ്. വോളിയം ഡിക്രീസ് ചെയ്യുകയാണ്. ദെൻ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് ഇന്റേണൽ എനർജി ഇൻക്രീസസ് അത് കറക്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡ്യൂറിങ് കംപ്രഷൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്, ഇന്റേണൽ എനർജി ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്. സോ കറക്റ്റ് ആൻസർ ഈസ് option E, both its temperature and internal energy increases. Okay. Then fourth question. The statement total pressure of a mixture of ideal gas is the sum of partial pressure is called Boyle's law, Chole's law, Dalton's law, perfect gas law, law of equipartition. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. Total pressure of a mixture of ideal gas is the sum of partial pressure. Partial pressure എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലോ അറിയാം. ഏത് ലോ ആണ് വരുന്നത്? ഡാൾട്ടൺസ് ലോ ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണെന്നുള്ളത് ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസിന്റെ ഒരു റിലേഷനും എന്താണ് ആ ഓപ്ഷൻസ് എന്നുള്ളതും കൂടെ നോക്കാം. The total pressure of a mixture of ideal gas is the equal of sum of partial pressure. It is called Dalton's law of partial pressure. That is P total is equal to P1 plus P2 plus P3. P1, P2, P3 is the pressure of individual gases. Okay. Boyle's law എന്താണ്? Pressure and വോളിയത്തിന് ഉള്ള റിലേഷൻ ആണ് Boyle's law. Chole's law വോളിയം and temperature. Dalton's law sum of partial pressure. Perfect gas law PV is equal to nRT. PV is equal to nRT. Pressure, volume, number of gas molecule, R is universal gas constant and T is the temperature. The law of equipartition, distribution of energy among degrees of freedom. Degrees of freedom അതിന്റെ ഇടയ്ക്കുള്ള distribution of energy യുമാണ് law of equipartition പറയുന്നത്. അപ്പോൾ total pressure of a mixture of ideal gas is equal to the sum of partial pressure is Dalton's law of partial pressure. So option C is the correct answer. Next question. For an ideal gas's temperature T having the total number of molecules N, the product of pressure and volume PV is equal to. ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T ആണ്, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് N ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രഷർ വോളിയം പ്രോഡക്റ്റ് അതായത് PV എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? K എന്ന് പറയുന്നത് അല്ലെങ്കിൽ KB എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A 2NT, ഓപ്ഷൻ B KB NT, ഓപ്ഷൻ C KB T into root N, ഓപ്ഷൻ D KB N into root T, ഓപ്ഷൻ E NT. അപ്പോൾ ഏതാണ് ഒരു ഐഡിയൽ ഗ്യാസിൽ T ടെമ്പറേച്ചർ, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് N, അങ്ങനെയാണെങ്കിൽ പ്രഷർ വോളിയം
പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം. ഫോർ an ideal gas നമുക്കറിയാം PV is equal to nRT എന്നാണ്. PV is equal to nRT. അപ്പോൾ in terms of number of moleculesന്റെ കേസിൽ PV is equal to NKBT. Okay, N is the number of molecules, Kb is the Boltzmann constant and T is the temperature. ഇത് ഐഡിയൽ ഗ്യാസിന്റെ മൈക്രോസ്കോപ്പിക് ഫോം ഇക്വേഷൻ ആണ്. ഓക്കെ, മാക്രോസ്കോപ്പിക് നമുക്ക് എല്ലാവർക്കും അറിയാം PV is equal to nRT ആണ്. അതിന്റെ മൈക്രോസ്കോപ്പിക് ഫോം ആണ് PV is equal to NKB into T. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? Then R is equal to NaKB and N is equal to N by Na. രണ്ട് റിലേഷൻസ് ഓർത്ത് വയ്ക്കുക. യൂണിവേഴ്സൽ gas constant R is equal to Na, Avogadro number, into Boltzmann's constant, and small letter n is equal to N by Na. N is the number of molecules, Na is the Avogadro's number. So നമുക്ക് ഈ ഒരു ഇക്വേഷനിലെ R-ന് പകരം ഈ വാല്യൂവും അതുപോലെ തന്നെ N-ന് പകരം ഈ വാല്യൂവും ആഡ് ചെയ്ത് കൊടുക്കാം. സോ PV is equal to N by Na into NaKBT. Then PV is equal to N by Na എന്താണ്? സ്മാൾ ലെറ്റർ. ഓക്കെ, N into KB into T. PV is equal to NKB into T. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ ആൻസർ KB into NT ആണ് ആൻസർ വരുന്നത്. KB into NT. ക്ലിയർ? അപ്പോൾ മൈക്രോസ്കോപ്പിക് റിലേഷൻസ് നോക്കുക. KB into NT ആണ്. ഇവിടെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റും നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും. ഓപ്ഷൻ B is the correct answer. Then sixth question. If the mean kinetic energy of 1 mole of helium gas at 400 Kelvin temperature is 5000 joule, then that for 1 mole of neon gas at 800 Kelvin is. അപ്പോൾ നമുക്കൊരു കൈനറ്റിക് എനർജിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഹീലിയം ഗ്യാസ് ഉണ്ട്. ഹീലിയം ഗ്യാസ് 400 കെൽവിനിൽ ഇരിക്കുവാണ്. അപ്പോൾ അവരുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 5000 ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മോൾ നിയോൺ ഗ്യാസ് 800 കെൽവിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ കൈനറ്റിക് എനർജി എന്താണ്? അപ്പോൾ രണ്ട് ഗ്യാസ് ആണ്, രണ്ട് ടെമ്പറേച്ചറും ആണ്. അപ്പോൾ ഇവരുടെ കൈനറ്റിക് എനർജി ഒരാളുടെ തന്നിട്ടുണ്ട്, മറ്റേ ആളുടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ A 5000, ഓപ്ഷൻ B 50000, ഓപ്ഷൻ C 10000, ഓപ്ഷൻ D 2500, ഓപ്ഷൻ E 500. അപ്പോൾ ഇതിലേതാണ് ആൻസർ എന്ന് നോക്കാം. For an ideal gas, the mean kinetic energy of 1 mole depends only on temperature, not the type of gas. ഇതാണ് നമുക്ക് അറിയേണ്ട ഒരു സെന്റൻസ്. ഒരു ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഗ്യാസിനനുസരിച്ചല്ല മാറുന്നത്, അവരുടെ ടെമ്പറേച്ചറിനനുസരിച്ച്. അതായത് ഹീലിയം എടുത്താലും നിയോൺ എടുത്താലും ഏതെടുത്താലും നമ്മുടെ കൈനറ്റിക് എനർജി മാറുന്നത് അവരുടെ ടെമ്പറേച്ചറിനനുസരിച്ചാണ്. ക്ലിയർ? അപ്പോൾ മീൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നത് 3/2 RT. So kinetic energy is proportional to temperature only. അപ്പോൾ ഇനി നമുക്കിത് മൈൻഡിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. 400 കെൽവിനിൽ 5000 ആണ്. അങ്ങനെയാണെങ്കിൽ 800 എന്ന് പറയുമ്പോൾ 400ന്റെ ഡബിൾ ആണ്. സോ 10,000 ജൂൾ ഈസ് ദ ആൻസർ. അപ്പോൾ അവിടെ നിയോൺ ആണോ അല്ലെങ്കിൽ ആർഗോൺ ആണോ ക്രിപ്റ്റോൺ ആണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ല ഗ്യാസ് മാറുന്നതിനനുസരിച്ച് മാറുന്നില്ല. ടൈപ്പ് ഓഫ് ഗ്യാസ് ഹീലിയം ഓർ നിയോൺ ഡസ് നോട്ട് മാറ്റർ ബിക്കോസ് ഐഡിയൽ ഗ്യാസ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. സോ 400 കെൽവിനിൽ 5000 ആയിരുന്നു, 800 എന്ന് പറഞ്ഞാൽ 400ന്റെ ഡബിൾ ആയതുകൊണ്ട് കൈനറ്റിക് എനർജിയും ഡബിൾ ആവും, 10,000. ക്ലിയർ? Seventh question. If T and rho represent the temperature and density of gas, then the velocity of sound in the gas is directly proportional to T temperatureും rho density ഒരു ഗ്യാസിന്റെ. അങ്ങനെയാണെങ്കിൽ velocity of sound in the gas is directly proportional to root T. അതായത് ടെമ്പറേച്ചറിന്റെ റൂട്ട് ആണോ ഡെൻസിറ്റിയുടെ റൂട്ട് ആണോ വെറും ടെമ്പറേച്ചർ ആണോ ഡെൻസിറ്റിയുടെ സ്ക്വയർ ആണോ ടെമ്പറേച്ചറിന്റെ സ്ക്വയർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് ഈസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ന്യൂ ഈസ് ഈക്വൽ ടു ഗാമ പി ബൈ റോ എന്നാണ്.
അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ P is equal to rho RT. ഡെൻസിറ്റി വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് P is equal to rho RT. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ Pക്ക് പകരം നമ്മൾ ഈ rho RT എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റൂട്ട് ഗാമ റോ RT. അപ്പോൾ എന്ത് ചെയ്യും, റോയും ക്യാൻസൽ ആയി പോയി, റൂട്ട് ഗാമ RT. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ മാത്രമാണ് അവിടെ വേരി ചെയ്യുന്നത്. സോ എന്താണ്, വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ റൂട്ടിനാണ് എന്തെന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഗാമ ഇസ് ഈക്വൽ ടു റോ പി ബൈ റോ, പി ഇസ് ഈക്വൽ ടു റോ RT. പിക്ക് പകരം ഈ ഒരു റിലേഷൻ കൊടുക്കുക, ദെൻ ഒരേപോലുള്ളത് കട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഗാമ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്ന് വരും. So velocity of sound depends directly on the square root of temperature and it is independent of density. Okay, so option A is the correct answer. Velocity of sound is proportional to the square root of temperature. Eighth question. Above the threshold frequency, if the intensity of incident light falling on a photosensitive material is increased, then the correct statement is. അതായത് നമ്മുടെ ഒരു ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിൽ ഒരു ലൈറ്റ് വന്ന് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ, മിനിമം ഫ്രീക്വൻസി ആണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഫാളിംഗ് ഓൺ എ ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയൽ ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്ന പ്രോസസ്സ്? നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ഈ പുറത്തേക്ക് എമിറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോണിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമോ, അല്ലെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി ആണോ ഇൻക്രീസ് ചെയ്യുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് ആണോ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഡിക്രീസസ് ആണോ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിക്രീസസ് ആണോ? അപ്പൊ എബവ് ത്രെഷോൾഡ് ഫ്രീക്വൻസി നമ്മുടെ ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിൽ വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നടക്കുന്ന പ്രോസസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമുക്കറിയാം, നമ്മുടെ മെറ്റൽ സർഫസിലോട്ട് ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത് പോകുന്ന പ്രോസസ്സ്. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഈസ് എബവ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി, വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എബവ് ആണ്, ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിയും എബവ് ആണെങ്കിൽ ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഫ്രീക്വൻസി നോട്ട് ദ ഇന്റൻസിറ്റി. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇന്റൻസിറ്റിയെ അല്ല. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി. അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എന്താണ്, ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇഫ് ഇന്റൻസിറ്റി ഇൻക്രീസസ്, അപ്പോൾ ഇനി നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ആണെങ്കിലോ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോർ ഫോട്ടോൺ സ്ട്രൈക്സ് ഓൺ ദ സർഫസ്, more electrons are emitted but their maximum kinetic energy remain unchanged. കാരണം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രീക്വൻസി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ഇന്റൻസിറ്റി അല്ല. ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫോട്ടോൺസിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെയാണ് അവരെ ബാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് ആണ് കറക്റ്റ് ആൻസർ. കാരണം കൈനറ്റിക് എനർജി മാറുന്നില്ല, കാരണം ഫ്രീക്വൻസി അല്ല, അവിടെ ഇന്റൻസിറ്റി ആണ് കൂടുന്നത്. ദെൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് അല്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡിക്രീസസ് അല്ല. ഇവിടെ ഇലക്ട്രോണിനെ മാത്രമാണ് ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എത്ര ഇന്റൻസിറ്റി വന്ന് വീഴുന്നോ അത്രത്തോളം നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Then 9th question. Light of wavelength 36/5R is emitted by a hydrogen atom during transition of electron state from. അപ്പോൾ ഒരു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്, 36/5R ആണ്. അപ്പോൾ അതൊരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്ന് എമിറ്റ് ചെയ്തത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? n=3 to n=2, n=4 to n=1, n=4 to n=2, n=4 to n=3, n=3 to n=1. അപ്പോൾ ഇതിൽ ഏതാണ് ഈ ഒരു വേവ് ലെങ്ത് ലൈറ്റ് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റെഡ്ബർഗ് ഫോർമുല അപ്ലൈ ചെയ്യണം. ഹൈഡ്രജൻ സ്പെക്ട്രം
ബോർ ആറ്റം മോഡലൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചതാണ് റെഡ്ബർഗ് ഫോർമുല. 1 by lambda is equal to R into 1 by n1 square minus 1 by n2 square. R is the Rydberg constant and 1 by lambda. അപ്പോൾ 1 by lambda ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ 36/5R എന്ന് തന്നിട്ടുണ്ട്. സോ 1 by lambda റെസിപ്രോക്കൽ എടുക്കുക, 5R by 36. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ്. സോ R into 1 by n1 square minus 1 by n2 square is equal to 5R by 36. അതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ ഉപയോഗിച്ച്, അതായത് എന്നിൽ നമ്മൾ ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഏതാണ് ആൻസർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 6 ക്യാൻസൽ ചെയ്തു. 1 by n1 square minus 1 by n2 square is equal to 5 by 36. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ n is equal to 3, n is equal to 2 ഇട്ട് നോക്കാം. അപ്പോൾ 1 by 2 square minus 1 by 3 square, that is 1 by 4 minus 1 by 9, that is 5 by 36. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ ആയിട്ട് ഇട്ട് നമ്മൾ എന്നിന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ഏതാണോ കിട്ടുന്നത് അതാണ് ആൻസർ. സോ ഓപ്ഷൻ എ is the correct answer. n is equal to 3 to n is equal to 2. n1 2 n2 3 ആണ്. Okay. Then 10th question. Which of the following has the highest molar mass? അപ്പോൾ ഇവിടെ കുറേ കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്, ഒരു 5 കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മോളാർ മാസ് ഉള്ളത് ആർക്കാണ്? അപ്പോൾ ഓരോ എലമെന്റിന്റെയും മാസും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് മാസ് ഉപയോഗിച്ച് കോമ്പൗണ്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ സിൽവർ നൈട്രേറ്റ്, ലെഡ് നൈട്രേറ്റ്, അമോണിയം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഫോർമുല എഴുതുക. സിൽവർ നൈട്രേറ്റ് ഈസ് AgNO3, lead nitrate is PbNO3 twice, ammonium nitrate is NH4NO3, potassium nitrate NaNO3, sodium nitrate NaNO3, potassium nitrate KNO3. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക. ആദ്യം സിൽവർ നൈട്രേറ്റ് എടുക്കുക, AgNO3 എടുക്കുക. സിൽവറിന്റെ മാസ് 108 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പ്ലസ് നൈട്രജന്റെ മാസ് 14 പ്ലസ് 3 ഓക്സിജൻ ആണുള്ളത്. ഒരു ഓക്സിജന്റെ മാസ് 16. സോ 3 into 16. അപ്പോൾ ചെയ്തു വരുമ്പോൾ 170 gram per mole എന്ന് കിട്ടും. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാസ് എടുക്കുക, സം ചെയ്യുക. Then PbNO3 twice ആയാലും NO3 62, then Pb 208 പ്ലസ് ഈ 2 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള എല്ലാവർക്കും ബാധകമാണ്. 2 into 62, that is 332. Then NH4NO2, ammonia, nitrogen 14 plus hydrogen 1 ആണ്. അപ്പോൾ 4 into 1 1. So 14 plus 4 18. NO3 nitrogen 14, then oxygen 3 എണ്ണം ഉണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ 62. So total 80 gram per mole. Then NaNO3 23 ആണ് സോഡിയം. NO3 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 62. So 85 gram per mole. KNO3 പൊട്ടാസ്യം 39, NO3 ആൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ 62, 101. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ 332 ആണ്, അത് ലെഡ് നൈട്രേറ്റ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മോളാർ മാസ് ഉള്ളത് ലെഡ് നൈട്രേറ്റിനാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് നല്ല എളുപ്പമാണ്, ചിലത് കുറച്ചൊന്ന് ഇക്വേഷൻ ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.